നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർജുനേട്ടാ, ഇങ്ങോട്ട് വരാൻ വീടമ്മ. വസുമതി, 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 എന്താ ഇത്? നിങ്ങൾ മിണ്ടരുത് ശാരദാമ്മേ. മിണ്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്റെ മകന്റെ ജീവിതത്തിൽ ഇത് രണ്ടാം വട്ടാ നിങ്ങൾ കയറി കൈകടത്തുന്നത്. ആദ്യം അവന്റെ അമ്മ അറിയാതെ ദാമ്പത്യ പൂജ നടത്തി. ഇപ്പൊ ഇതാ ആ ഇരണം കെട്ടകൾക്ക് വേണ്ടി തുലാഭാരവും. ശാരദാമ്മയ്ക്ക് ഇതിനൊക്കെയുള്ള ശുഷ്കാന്തി എന്തിനാന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ നാശം പിടിച്ചവളുടെ കഴുത്തിൽ എന്റെ മകൻ കെട്ടിയ താലി കിടന്നാലല്ലേ നിങ്ങളുടെ മകൾക്ക് സത്യഭാമയുടെ പ്രീതി സമ്പാദിച്ച് അവിടെ പറ്റിക്കൂടാനൊക്കൂ. വസുമതി ആന്റി, അങ്ങനൊന്നും ഞങ്ങള് ചിന്തിച്ചിട്ടില്ല. അതങ്ങനെയാടി. നീ ചിന്തിച്ച് നിർത്തുന്നിടത്തുനിന്ന് വസുമതി ചിന്തിച്ചു തുടങ്ങും. വെഡിങ് കാർഡുമായി ഞാൻ ക്ഷണിക്കാൻ വന്നപ്പോ സത്യഭാമ എന്താ പറഞ്ഞത്? ഒരാൾക്ക് കൂടി ഇലയിടണമെന്നല്ലേ? ഇവളെ രണ്ടാം കെട്ടിന് കെട്ടിയെടുക്കാൻ പോകുന്നവന് എന്നിട്ട് എവിടെയാടി അവൻ? ആ അപശകുനത്തിന് പിന്നാലെ നടന്ന് നീ പിന്നെ മണ്ടനാവുക. ആ അമ്പാലിയോ കുഞ്ഞമ്മയുടെ മകളെയും കെട്ടി നീ സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. വസുമതി ആന്റി, അങ്ങനെ ഒന്നുമില്ല. വസുമതി ആന്റി തോൽപ്പിക്കാൻ വേണ്ടി വെറുതെ സത്യമ്മ എന്തോ പറഞ്ഞെന്ന് കരുതി. തോൽപ്പിക്കാൻ, അതാണ് പോയിന്റ്. സത്യഭാമയ്ക്ക് എവിടെയും ജയിക്കണം. അതിനു വേണ്ടി അവൾ എന്ത് കളിയും കളിക്കും. പക്ഷേ സത്യഭാമയെ ജയിപ്പിക്കാൻ വേണ്ടി തോറ്റു തരാൻ വസുമതി ഉദ്ദേശിച്ചിട്ടില്ലല്ലോ ശാലിനി. ഞാൻ ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് വരുമ്പോ അവൾ മകളോട് പറയും ഒപ്പിട്ട് കൊടുക്കാൻ. എന്നിട്ട് എന്റെ മകന്റെ വിവാഹാലോചന നടക്കുമ്പോ മകളെയും മരുമകളെയും കൂട്ടി അത് മുടക്കാൻ പറഞ്ഞേക്കും. മകന്റെ വിവാഹ ക്ഷണക്കത്തുമായി വരുമ്പോ അവള് പറയും അവളുടെ മകളെ അവൾ അതിനു മുമ്പേ കെട്ടിച്ചു വിടുമെന്ന്. അതിനു പിന്നാലെ മകൾക്ക് തുലാഭാരം നടത്താൻ എന്റെ മകനെ വിളിച്ചു വരുത്താൻ മരുമകളെ പറഞ്ഞേക്കും. അത്രയ്ക്ക് കേമിയ സത്യഭാമ. ആന്റി, ഞാൻ ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും സത്യാന്ന് അറിഞ്ഞുകൊണ്ടല്ല. നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നെ ഒന്നും മനസ്സിലാക്കിയേക്കും വേണ്ട. മ്യൂച്വൽ ഡിവോഴ്സിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഇവൾ ഇനി അർജുൻ ആരുമല്ല, വെറും അന്യായ ഒരു സ്ത്രീ. അയ്യോ മോനെ, നീ ഇവിടെ നിൽക്കുന്ന കാര്യം അമ്മ അങ്ങ് മറന്നുപോയിട്ടോ. എന്റെ മോനെ, മോനിതെന്താ പറ്റിയത്? അല്ല, മോനെങ്ങനെ ഇവിടെ വന്നു? ഇവരെല്ലാരും കൂടി കൂടോത്രം ചെയ്ത് മോന്റെ മനസ്സ് മാറ്റിയോ? ഇവിടുന്ന് നിക്കണ്ട കേട്ടോ. ഇവരൊക്കെ ചീത്ത കൂട്ടങ്ങളാ. ഇവരൊക്കെ കൈവിഷം തന്ന് മയക്കിക്കളയും മോനെ. വന്നേ, വാ. ഞാനത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലമ്മേ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രീതിയെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അമ്പാലിക കുഞ്ഞമ്മയുടെ മകളുമായിട്ടുള്ള വിവാഹം നടക്കാനും പോകുന്നില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിശ്ചയിച്ച തീയതിയിൽ തന്നെ വസുമതി കുഞ്ഞമ്മയുടെ വീട്ടുമുറ്റത്തൊരു പന്തലുയരും. ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് മുമ്പിൽ വെച്ച് നീ റോഷ്നിയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് സ്വന്തം കഴുത്തിൽ ഒരു വര വരയ്ക്കും വസുമതി. തെക്കുംകൂർ കോവിലകവുമായി ഒരു ബന്ധം ഉണ്ടാവുന്നത് നിസ്സാര കാര്യമാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? വസുമതി, ബന്ധത്തിന്റെ നിലയിലും വിലയിലുമാണോ കാര്യം? പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്? പരസ്പരം ഇഷ്ടപ്പെട്ടവരെ ഒരു തവണ ഒന്നിപ്പിച്ചതാ ശാരദാമ്മേ. അതിന് വസുമതിക്ക് കിട്ടിയ പ്രതിഫലം
സെൻട്രൽ ജയിലാ. ആന്റി ആന്റി ജയിലിലാകാൻ കാരണം പ്രീതി അല്ല, അത് സുസ്മിതയാ. എന്ന് പറഞ്ഞ ഞാൻ പ്രോട്ടീൻ പൗഡറിൽ വിഷം ചേർത്ത് കൊടുത്തുവെന്ന് സുസ്മിത പറഞ്ഞത് സത്യമാണെന്ന്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ എങ്ങനെയാ ഉദ്ദേശിച്ചത്? അമ്മയെ കുറ്റം പറഞ്ഞ് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ എന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നിരുന്ന ഇവള് ഇറങ്ങിപ്പോയപ്പോ തന്നെ ഞാൻ അപകടം പ്രതീക്ഷിക്കണമായിരുന്നു. സത്യഭാമ മകളെ വെച്ച് കളിച്ചു. ആന്റി ഞാൻ പറയുന്നൊന്ന് കേക്ക്. സത്യമാണടി. നിങ്ങൾ സുസ്മിതയ്ക്കൊപ്പം അല്ലായിരുന്നെങ്കിൽ, അവള് പറഞ്ഞതിൽ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ജയിലിൽ എന്നെ ഒന്ന് കാണാനെങ്കിലും വരുമായിരുന്നു. പ്രീതിക്ക് വേണ്ടി കെട്ടാൻ തൊട്ടിലുമായിട്ട് ഇറങ്ങിയ ശാരദാമ്മയെ അവിടെ കണ്ടില്ലല്ലോ. കളക്ടർ ആവാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞ് ലോ പോയിന്റ് പഠിപ്പിക്കുന്ന ശാലിനിയെ അവിടെ കണ്ടില്ല. എന്തിനേറെ എന്റെ പൊന്നും മരുമകളെയും കണ്ടില്ല. അന്നെനിക്ക് എന്റെ ഈ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് നിങ്ങൾ എല്ലാവരും കൂടി കാട്ടിയത് അനീതിയാണെന്ന കാര്യത്തിൽ അന്നിവന് തീർച്ചയുണ്ടായിരുന്നു. പൂർണ്ണ മനസ്സോടെ തന്നെയാ ഇവൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നതും. പിന്നെ എന്ത് കൈവിഷം കൊടുത്തിട്ടാ നിങ്ങളൊക്കെ ഇവന്റെ മനസ്സ് മാറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വന്തം മകന്റെ കുഞ്ഞിനെ വിഷപ്രയോഗത്തിലൂടെ കൊല്ലുന്ന ക്രൂരയായ ഒരു അമ്മായിയമ്മയെ പ്രീതിക്ക് വേണ്ട. ന്യായമല്ലേ ശാരദാമ്മ അത്? ബസ്മതി, എന്റെ മകന് വേറെ കല്യാണം നടത്തുമെന്ന് ജയിലിൽ കിടന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. അതനുസരിച്ച് തെക്കുംകൂർ കോവിലകംകാർക്ക് വാക്കും കൊടുത്തു. സമയത്തിനും തരത്തിനും വാക്ക് മാറുന്നവരാ എന്റെ മകനടക്കം നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ വസുമതിക്കത് പറ്റില്ല. ഞാൻ തെക്കുംകൂർ കോവിലകത്തെ ഗോപികൃഷ്ണനും അമ്പാലിക കുഞ്ഞമ്മയ്ക്കും കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും. വേണ്ട, അർജുന്റെ റോഷനിയുടെ വിവാഹം നിശ്ചയിച്ച തീയതിയിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടന്നിരിക്കും. വടാ ഇട വരാൻ ഇങ്ങോട്ട് വരാൻ. ഇട വരാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.